BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കരസേന മുൻ മേധാവി നരവനയുടെ പുസ്തകത്തെ ചൊല്ലി ലോക്സഭയിൽ വാക്പോര്, ഭരണപ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ ഭരണപ്രതിപക്ഷ ബഹളം. കരസേന മുൻ മേധാവി എം നരവനയുടെ പരാമർശം രാഹുൽ ഗാന്ധി വായിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. ഇന്ത്യൻ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു എന്നത് ഉൾപ്പെടെ ഓർമ്മക്കുറിപ്പിൽ കേന്ദ്രത്തിനെതിരെ നിരവധി പരാമർശങ്ങളുണ്ടെന്ന കാരവൻ മാഗസിനിലെ ലേഖനമാണ് രാഹുൽ ഗാന്ധി ഉദ്ധരിച്ചത്. ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുവാൻ കേന്ദ്രം അനുവദിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. പുറത്തുവരാത്ത ഓർമ്മക്കുറിപ്പിലെ ഭാഗങ്ങൾ വായിക്കുവാൻ അനുവദിക്കരുതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആവശ്യപ്പെട്ടു. പത്രക്കട്ടിംഗിൽ ചർച്ച അനുവദിക്കുന്ന പതിവില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. രാഹുലിനെ പിന്തുണച്ച KC വേണുഗോപാലിനോട് രാഹുലിന്റെ അഭിഭാഷകനാകേണ്ടെന്ന് സ്പീക്കർ. സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന അപകടം, പാലക്കാട് യുവാവിന് ദാരുണാന്ത്യം. പാലക്കാട് കോങ്ങാട് സെപ്റ്റിക് ടാങ്കിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. പന്നിക്കോട് സ്വദേശി സുനിതാണ് മരിച്ചത്. ആളൊഴിഞ്ഞ വീടിന്റെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്നാണ് അപകടമുണ്ടായത്. ഇന്നലെയാണ് അപകടം സംഭവിച്ചത്. സുനിത്തിന്റെ വീട്ടിൽ ആടിനെ വളർത്തിയിരുന്നു. ആടിനെ നൽകാൻ പ്ലാവില എടുക്കുന്നതിനായാണ് ഇയാൾ ആളൊഴിഞ്ഞ വീട്ടിലെ പ്ലാവിൽ കയറുവാൻ ശ്രമിച്ചത്. ഇതിനായി ഇയാൾ സ്ലാബിൽ ചവിട്ടുകയായിരുന്നു. ഉടനടി സ്ലാബ് തകരുകയും യുവാവ് സെപ്റ്റിക് ടാങ്കിൽ അകപ്പെടുകയുമായിരുന്നു. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ UDFിൽ തർക്കം തുടരുന്നു. 2 സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കുവാൻ കോൺഗ്രസ് നീക്കം. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ ഏറ്റെടുക്കുവാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിൽ UDFിനുള്ളിൽ തർക്കം തുടരുന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള 10 സീറ്റുകളിലും മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടുക്കി ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുത്ത് 8 സീറ്റുകൾ മാത്രം കേരള കോൺഗ്രസ് ജോസഫിന് നൽകുവാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം അജണ്ടയിൽ ഇല്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഏതെങ്കിലും സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാലേ വിജയിക്കൂ എന്നാരും പറഞ്ഞിട്ടില്ല. നിലവിലുള്ള 10 സീറ്റുകളിലും മത്സരിക്കും. വ്യക്തികൾക്കും പാർട്ടികൾക്കും അല്ല, മുന്നണിക്കാണ് പ്രാധാന്യമെന്നും കേരള കോൺഗ്രസ് ജോസഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് പറഞ്ഞു. കേന്ദ്ര ബജറ്റിലെ അവഗണന, നാളെ കരിദിനം ആചരിക്കുവാൻ CPIM. കേന്ദ്ര ബജറ്റ് അവഗണനയ്ക്കെതിരെ നാളെ കരിദിനം ആചരിക്കുവാൻ CPIM എല്ലാ ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്തും. പ്രതിഷേധ പ്രകടനം നടത്തുവാനും തീരുമാനം. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം നിലനിൽക്കുന്നില്ല എന്ന രീതിയിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞു. ബജറ്റിന് മുൻപ് കേന്ദ്രമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കേരളം 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതൊന്നുപോലും പരിഗണിച്ചില്ല. സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയും കേരളത്തിന് ലഭിച്ചില്ല. കേരളത്തിന്റെ സ്വപ്നമായ എയിംസ് ഈ ബജറ്റിലും പ്രഖ്യാപിച്ചില്ല. റെയിൽവേ വികസനത്തിനായുള്ള 7 അതിവേഗ ഇടനാഴികളിലും കേരളമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനുള്ള പ്രത്യേക പാക്കേജും അംഗീകരിക്കപ്പെട്ടില്ല. ആയുർവേദത്തിന്റെ ഈറ്റില്ലമായ കേരളത്തിന് ആയുർവേദ എയിംസ് ഇല്ല. ഉൾനാടൻ ജലഗതാഗത പദ്ധതിയിലും കേരളമില്ലെന്ന് CPIM കുറ്റപ്പെടുത്തി. ജസ്റ്റിസ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് ജോസ് കെ മാണി. സഭാ നേതൃത്വവുമായുള്ള അകലം കുറയ്ക്കുവാൻ LDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ സഭാ നേതൃത്വവുമായുള്ള അകലം കുറയ്ക്കുവാൻ LDF. ജസ്റ്റിസ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ പെൻഷൻ പ്രഖ്യാപിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അധ്യാപക നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സഭാ നേതൃത്വം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനാണ് സർക്കാർ ശ്രമം. ജസ്റ്റിസ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുവാൻ LDF ആലോചിക്കുന്നുണ്ട്. ആവശ്യം സർക്കാരിനോട് കേരള കോൺഗ്രസ് എമ്മും ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ചത് ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബേപ്പൂരിൽ PV അൻവർ തന്നെ സ്ഥിരീകരിച്ച സണ്ണി ജോസഫ്. ചാലിയത്ത് പ്രചരണത്തിന് തുടക്കമിട്ട് അൻവർ. UDF സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ പ്രചാരണം കൊഴുപ്പിച്ച് ബേപ്പൂർ ഉറപ്പിച്ച UDFന്റെ ആദ്യ ഔദ്യോഗിക സ്ഥാനാർത്ഥി PV അൻവർ. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ അതിരാവിലെ പ്രചാരണത്തിനെത്തിയ അൻവർ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു.
ബേപ്പൂരിൽ അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു. യുഡിഎഫിൽ സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി പ്രചാരണം ആരംഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പി വി അൻവർ. നേതൃത്വത്തിൽ നിന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് അൻവർ മണ്ഡലത്തിൽ കളം നിറയുന്നത്. ചാലിയം ബേപ്പൂർ മേഖലകളിൽ നിർണായകമാകുന്ന മത്സ്യത്തൊഴിലാളി വോട്ടർമാരെ നേരിൽ കാണുവാനാണ് അതിരാവിലെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിയത്. അസൌകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഫിഷ് ലാൻഡിംഗ് സെന്റർ മുൻനിർത്തി തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അൻവർ ഉറപ്പു നൽകി. സൈജു കുറുപ്പ് അജു വർഗീസ് ചിത്രം ലർക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സൈജു കുറുപ്പ് അജു വർഗീസ് തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം എ നിഷാദ് സംവിധാനം ചെയ്ത ലർക്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റുകളിൽ തിരഞ്ഞെടുക്കുകയും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്ത ലർക്ക് ഉടൻ പ്രദർശനത്തിനെത്തും. ആർ ഹരികുമാർ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ തന്റെ മുൻ സിനിമകളെ പോലെ തന്നെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് സംവിധായകനായ എം എ നിഷാദ് ഒരുക്കിയിരിക്കുന്നത്. പതിയിരിക്കുക എന്നർത്ഥം വരുന്ന ലർക്ക് എന്ന ടൈറ്റിൽ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.